12 ദിവസം നീണ്ടുനിന്ന കുട്ടികളുടെ വായനോത്സവത്തിന് ഷാർജയിൽ സമാപനമായി. റെക്കോർഡ് സന്ദർശകരാണ് ഇത്തവണ മേളയ്ക്കായി എത്തിയത്. വായനോത്സവത്തിന്റെ ഭാഗമായുള്ള അനിമേഷൻ കോൺഫറൻസിലും റെക്കോർഡ് സന്ദർശകരെത്തി. ഏപ്രിൽ 23 മുതൽ ഷാർജ എക്സ്പോ സെന്റർ കുട്ടികളുടെ വായനോത്സവ വേദിയായിരുന്നു. 22 രാജ്യങ്ങളിൽ നിന്നായി 122 പ്രസാധക സ്ഥാപനങ്ങൾ 10,000-കണക്കിന് പുസ്തകങ്ങൾ കുട്ടികൾക്ക് മുന്നിലെത്തിച്ചു. 70 രാജ്യങ്ങളിൽ നിന്ന് 133 അതിഥികൾ കുട്ടികളുമായി സംവദിച്ചു. കലയും കുക്കറിയും സ്പോർട്സും ഡാൻസും അടക്കം 1000-ലധികം ഇവന്റുകളാണ് 12 ദിവസങ്ങളിലായി കുട്ടികളെ വരവേറ്റത്. എഴുത്തുകാർ, പ്രസാധകർ, തിയേറ്റർ ആർട്ടിസ്റ്റുകൾ, ഇല്ലസ്ട്രേഷൻ ആർട്ടിസ്റ്റുകൾ, അനിമേറ്റർമാർ തുടങ്ങിയവർ കുട്ടികളുമായി സംവദിച്ചു. പുസ്തകങ്ങളിലേക്ക് മുങ്ങാങ്കുഴിയിടാമെന്ന സന്ദേശത്തിലായിരുന്നു ഇത്തവണത്തെ മേള. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയാണ് മേള ഉദ്ഘാടനം ചെയ്തത്. സമാപന ദിവസം ക്രിയേറ്റീവ് കഫേ വേദിയിൽ മലയാളി വിദ്യാർത്ഥിയും എഴുത്തുകാരിയുമായ തഹാനി ഹാഷിർ കുട്ടികളുമായി സംവദിച്ചു. Takes away from the essence of creativity, and I feel like in a world that AI is gaining so much importance in, it's taking away from the authenticity and from the real essence of art and literature and all the creative fields. കുട്ടികൾക്കായുള്ള വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമാപന ദിവസം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 16ാമത് ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിനാണ് ഷാർജ എക്സ്പോ സെന്ററിൽ സമാപനമായത്. മാതൃഭൂമി ന്യൂസ്, ഷാർജ.